കോതമംഗലം മൂന്നുക്കൽ സ്വദേശി ശാന്തയെ കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് അടിച്ചെന്ന് പ്രതിയുടെ കുറ്റസമ്മത മൊഴി. ആയുധവും സാരിയും വഴിയിൽ ഉപേക്ഷിച്ചെന്നും പ്രതി രാജേഷ് മൊഴി നൽകി. ലാൽകൃഷ്ണൻ ചേരുകയാണ് കോതമംഗലത്തു നിന്ന് വിവരങ്ങളുമായി. ലാൽ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങൾ എത്തുകയാണ് ഇപ്പോൾ. കാരണം ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് പ്രതി തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരമാണ് നിലവിൽ നൽകുന്നത്. ചുറ്റിക കൊണ്ട് തറയ്ക്ക് അടിച്ചാണ് കൊന്നത് എന്ന കാര്യമാണ് നിലവിൽ രാജേഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ കൊച്ചിയിൽ വെച്ച് പിടികൂടി അവിടെ നിന്ന് ഊന്നുകല്ലിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്, നമ്മൾ ഊന്നുകൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നിലവിലുള്ളത്. പ്രതി ഇവിടെ തന്നെയാണുള്ളത്. ഇന്നലെ രാത്രി ഏകദേശം 8-9 മണിയോട് കൂടി രാജേഷിനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം വിശദമായ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് ഉള്ളത്. അതിനു മുമ്പാണ് ഈ വിവരങ്ങൾ ശേഖരിക്കാനുള്ളത്. ഈ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വസ്ത്രവും അതോടൊപ്പം തന്നെ ഈ ആയുധവും, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാറ്, ഇത് രാജേഷിൻ്റെ കൃത്യം നടത്തിയ ശേഷം ഉപയോഗിച്ച കാറാണ്. ഈ കാറിൽ കയറ്റി കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചുകൊണ്ടാണ് പോയത്. ആ സമയത്താണ് കാറിൻ്റെ ബാക്ക് സീറ്റിൽ രക്തം ഉണ്ടായിരുന്നത്. ആ രക്തക്കറ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 22-ാം തീയതി കോതമംഗലത്തുള്ള ഒരു അപ്പോൾസറി കടയിലേക്ക് രാജേഷ് വാഹനവുമായി എത്തിയത്. ഈ തെളിവ് നശിപ്പിച്ച ശേഷം വാഹനവുമായി കടന്നു കളയുക എന്നുള്ളതായിരുന്നു രാജേഷിൻ്റെ പദ്ധതി. പക്ഷേ ഏകദേശം 3 മണിക്കൂർ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ കാറിൻ്റെ ഭാഗങ്ങൾ, അതായത് കാറിൻ്റെ സീറ്റ് കവർ മാറ്റാൻ കൊടുത്തിട്ട് രാജേഷ് അവിടെ നിന്ന് ബസ്സിന് കയറി പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയി എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച സൂചന. കൊച്ചിയോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് കോടതിയിൽ ഹാജരാക്കുക. 2 ദിവസത്തിന് ശേഷം റിമാൻഡിൽ വാങ്ങി സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്താനാണ്. ശാന്ത കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ലാൽകൃഷ്ണനാണ് കോതമംഗലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.